ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. സുഗ്രീവ രാവണ യുദ്ധം. സുഗ്രീവനൊത്ത് സുവേല പർവ്വതത്തിൽ കയറിയ രാമദേവൻ അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. ചുറ്റിലും കപിവരന്മാർ വലയം ചെയ്തിരുന്ന ശ്രീരാമൻ അല്പസമയം കൂടി ലങ്കയെ നോക്കിക്കണ്ടു. വിശ്വകർമാവ് നിർമ്മിച്ച ലങ്കാപുരിയുടെ ഉത്തര ഗോപുരം അതീവ കൗതുകത്തോടെ ആ ദേവൻ നോക്കി നിന്നു. ഗോപുരമുകളിൽ ലങ്കേശ്വരനായ രാവണൻ ഇരിക്കുന്നു. മുകളിൽ വെൺകൊറ്റക്കുട, വെൺചാമരങ്ങൾ ഇരുപാടും വീശുന്നു. ശോഭയാർന്ന രത്നാഭരണങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഐരാവതത്തിൻ്റെ കുത്തേറ്റുണ്ടായ പാട് മാറിടത്തിനൊരഴകായി തോന്നിച്ചു. ചുവന്ന അംഗവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. സന്ധ്യാസമയത്ത് സൂര്യകിരണങ്ങളേറ്റ് ചുമന്നു തുടുത്ത മേഘങ്ങൾ പോലെ തേജസ്സോടെ ഇരിക്കുന്ന രാവണനെ കണ്ടപ്പോൾ സുഗ്രീവൻ്റെ സമനില തെറ്റി. എല്ലാവരും നോക്കി നിൽക്കെ സൂര്യപുത്രനായ സുഗ്രീവൻ പർവ്വതത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗോപുരത്തിലേക്ക് ചാടി. രാവണന്റെ മുന്നിൽ വന്നു നിന്ന സുഗ്രീവൻ കോപം കൊണ്ടിങ്ങനെ പറഞ്ഞു: ശ്രീരാമദേവന്റെ ദാസനാണ് ഞാൻ, ബാലിയുടെ അനുജൻ. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. പറഞ്ഞു തീർന്നതും സുഗ്രീവൻ രാവണന്റെ മേൽ ചാടി വീണു കഴിഞ്ഞു. രാവണന്റെ കനകരത്നങ്ങൾ പതിച്ച കിരീടം തട്ടിത്തെറിപ്പിച്ചു. പിന്നെ ഭൂമിയിലേക്ക് ചാടി. രാവണനാകട്ടെ സുഗ്രീവനെ നിഗ്രഹിക്കാനായി വാളെടുത്തു. രാക്ഷസേശ്വരൻ സുഗ്രീവനെ തള്ളി വീഴ്ത്തി. എന്നാൽ പന്തെടുത്തെറിയുന്ന ലാഘവത്തോടെ സുഗ്രീവൻ ദശാനനെയും തള്ളി വീഴ്ത്തി. ഭൂതലത്തിലെ ഏറ്റവും കരുത്തേറിയ രാജാക്കന്മാർ തമ്മിൽ മല്ലയുദ്ധമായി. ഇരുവരുടെ ദേഹത്തും വിയർപ്പ് പൊടിഞ്ഞു. ശരീരം മുഴുവൻ രക്തമൊഴുകി തുടങ്ങി. രണ്ടുപേരും പരസ്പരം എടുത്തെറിയുവാനുള്ള ശ്രമമായി. ശക്തി മുഴുവൻ സമാഹരിച്ച് ഗോപുരത്തിണയിൽ കാലമർത്തിയവർ നിന്നു. പരസ്പരം കെട്ടിവരിഞ്ഞ് താഴെയുള്ള വൻ കിടങ്ങിലേക്ക് അവർ മറിഞ്ഞു വീണു. വീണതറിയാതെ വീണ്ടും എഴുന്നേറ്റ് നിന്നു. യുദ്ധസന്നദ്ധരായി നേരെ ശ്വാസമെടുത്തു. പിന്നെ ഓരോരോ അടവുകൾ പ്രയോഗിച്ചു. ശൗര്യം മുഴുത്ത കടുവകളെപ്പോലെ അവർ പോരാടി. ഒന്നിച്ച് ഭൂമിയിൽ വീണ് ഉരുണ്ടു. രണ്ടുപേരും പരസ്പരം എടുത്തെറിഞ്ഞും മുന്നോട്ടടുത്തും പിന്നോട്ടൊഴിഞ്ഞും തങ്ങളുടെ കായിക ബലം കാട്ടിക്കൊണ്ടിരുന്നു. എതിരാളി അതിശക്തനെന്നും തനിക്ക് മറ്റു മാർഗങ്ങളില്ലെന്നും മനസ്സിലാക്കിയ ദശാനനൻ മായാപ്രയോഗം നടത്താൻ മുതിർന്നു. ഇത് മനസ്സിലാക്കിയ സുഗ്രീവൻ പെട്ടെന്ന് ആകാശത്തേക്ക് ഉയർന്ന് സുവേലാദ്രിയിൽ നിൽക്കുന്ന രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തി. രാവണൻ താൻ ആക്രമിക്കപ്പെട്ടതിൽ നിരാശനായി. കവിപ്രമുഖരും ശ്രീരാമചന്ദ്രനും സുഗ്രീവനെ പുകഴ്ത്തി. അടുത്ത ഭാഗം അംഗദദൂത്. സുഗ്രീവന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട ശ്രീരാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തു. തന്നോട് ആലോചിക്കാതെ ഈ സാഹസം ചെയ്തതിൽ സ്നേഹത്തോടെ ശാസിച്ചു.
തങ്ങളെ ഭയപ്പെടുത്തും വിധം സാഹസത്തിന് മുതിർന്നത് ശരിയല്ല. ഇനിയെങ്കിലും യാതൊന്നും ആലോചിക്കാതെ ചെയ്യരുതെന്നും ഉപദേശിച്ചു. അങ്ങയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് സീതയെ ലഭിച്ചതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സന്തോഷമുണ്ടാകുമോ? അങ്ങ് മടങ്ങി വരുന്നതിന് മുൻപ് ഞാൻ ആലോചിച്ചുറച്ചത് 3 കാര്യങ്ങളാണ്. ദശാനനെ വധിക്കുക, വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കുക, ഭരതനെ അയോധ്യയിലെയും, പിന്നെ എൻ്റെ ജീവൻ ഒടുക്കുക. ഇത് കേട്ട് ദുഃഖിതനായ വാനര രാജാവ് താൻ രാവണനെ കണ്ടപ്പോൾ ആത്മനിയന്ത്രണം വിട്ടതിനാലാണ് ഈ കടന്നാക്രമണത്തിന് മുതിർന്നതെന്ന് പറഞ്ഞു. വാനരസേനയെ വിന്യസിച്ച് വിശ്രമിക്കാൻ അനുവദിക്കാൻ രാമൻ കൽപ്പന നൽകി. ചുറ്റുപാടും നിരീക്ഷിച്ച ശേഷം വാനരന്മാരും വൃക്ഷങ്ങളും ദൈത്യന്മാരും നശിക്കുമെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ടെന്നും രാമൻ വെളിപ്പെടുത്തി. കാറ്റ് ചീറിയടിക്കുന്നു, ചിലയിടങ്ങളിൽ ഭൂമികുലുക്കം ഉണ്ടാകുന്നു, കാർമേഘങ്ങളിൽ നിന്ന് ചോരത്തുള്ളികൾ വർഷിക്കുന്നു, തേജസ്സില്ലാതെ ഉദിക്കുന്ന ചന്ദ്രൻ, രാത്രിയിൽ ഉഷ്ണമുണ്ടാകുന്നു, സൂര്യബിംബത്തിൽ കറുത്ത പൊട്ടുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മണ, ഇതൊക്കെ നാശകാലത്തെയാണ് കാണിക്കുന്നത്. ആരാലും ആക്രമിക്കാൻ കഴിയാത്ത ലങ്കാനഗരിയെ നമുക്കധികം താമസിക്കാതെ കീഴടക്കാം. അല്പം കഴിഞ്ഞ് രഘുപതി സൈന്യത്തോടൊപ്പം സുവേലത്തിൽ നിന്ന് താഴേക്കിറങ്ങി. അവിടെ നിന്ന് ആർക്കും തടുക്കുവാൻ കഴിയാത്ത വാനരപ്പടയെ ആകെയൊന്ന് നോക്കി. പിന്നെ നേരെ നടന്ന് ഗോപുരവാതിൽക്കൽ എത്തി. മുന്നിൽ ശ്രീരാമ ലക്ഷ്മണന്മാർ, തൊട്ടുപിറകെ വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ, ജാമ്പവാൻ, നളൻ, നീലൻ, വൃക്ഷേശ്വരനായ ധൂമ്രൻ എന്നിവരും. അതിനു പിന്നിലായി വൃക്ഷവാനരപ്പടകളും. ഇങ്ങനെയാണവർ മുന്നേറിയത്. ചെറിയ മാമലകളും പാറക്കല്ലുകളുമാണ് ആയുധങ്ങളായി വാനരന്മാർ കരുതിയിരിക്കുന്നത്. അധികം വൈകാതെ വാനരപ്പട ലങ്കാനഗരിയെ വളഞ്ഞു. കൈലാസത്തോളം പൊക്കം വരുന്ന ഉത്തര ഗോപുര വാതിലിനു മുന്നിൽ സംഹാരശക്തി പോലെ ശ്രീരാമ ലക്ഷ്മണന്മാർ പടയുമായി നിന്നു. ത്രിലോകങ്ങളെ വിറപ്പിച്ച രാവണനാണ് ഉത്തര ഗോപുരവാതിൽ സംരക്ഷിക്കുന്നത്. ലക്ഷ്മണനോടൊത്തുള്ള വീരപരാക്രമിയായ ശ്രീരാമചന്ദ്രനല്ലാതെ മറ്റാർക്കും ആ രാക്ഷസേശ്വരനോടെതിരിടാനുള്ള കെൽപ്പില്ല. വരുണൻ സാഗരത്തെ സംരക്ഷിക്കുന്നത് പോലെയാണ് രാവണൻ ഉത്തരഗോപുരം കാക്കുന്നത്. അഭേദ്യമായ മാർച്ചട്ടയണിഞ്ഞ് അതിശക്തമായ ആയുധങ്ങളും പേറി പോരിന് തയ്യാറായി നിൽക്കുന്ന ആയിരക്കണക്കിന് രാക്ഷസർ രാവണന് തുണയായുണ്ട്. മൈന്ദൻ, ദ്വിവിധൻ എന്നിവരോടൊന്നിച്ച് കപികുല സേനാനായകനായ നീലൻ കിഴക്കേ കോട്ടവാതിൽക്കൽ നിലയുറപ്പിച്ചു. ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ഋക്ഷഭൻ എന്നിവരൊത്ത് യുവരാജാവ് അംഗദൻ ദക്ഷിണവാതിലിനു മുന്നിൽ നിൽക്കുന്നു. പടിഞ്ഞാറേ ഗോപുരവാതിലിലാണ് അമേയ ശക്തിമാനായ ഇന്ദ്രജിത്ത് കാവൽ നിൽക്കുന്നത്. അവിടെ ഹനുമാൻ, പ്രമാദി, പ്രഹസൻ എന്നീ വാനരപ്രമുഖരോടൊത്ത് എത്തി. വായുവിൻ്റെയും ഗരുഡൻ്റെയും ശക്തിയുള്ള സുഗ്രീവൻ പടയുടെ നടുക്ക് കാവലായി നിന്നു. ശ്രീരാമൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ലക്ഷ്മണനും വിഭീഷണനും സൈന്യങ്ങളെ വിന്യസിച്ച് നിലയുറപ്പിച്ചു. കടുവകളെപ്പോലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന കപികളിൽ മിക്കവരുടെയും പ്രധാന ആയുധം നീണ്ട പല്ലുകളും ക്രൂര നഖങ്ങളുമാണ്. യുദ്ധം ചെയ്യാനുള്ള ആകാംക്ഷയിൽ അവർ അസന്തുഷ്ടരായി നിന്നു. 10 മദയാനകളുടെ ശക്തിയുള്ള കപികൾ അക്കൂട്ടത്തിലുണ്ട്. ചിലർക്ക് 1000 ആനകളുടെ ശക്തിയുണ്ട്. 10,000 ഗജശക്തി ഉള്ളവരും കുറവല്ല. സുവേലാദ്രിയിൽ നിന്ന് അവസാനമില്ലാതെ കപികൾ പ്രവഹിച്ചു കൊണ്ടേയിരുന്നു. നഗരിയുടെ 4 ചുറ്റിനും ഭൂമി കപിവരന്മാരെ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മരങ്ങളും പർവ്വതശിഖരങ്ങളുമെടുത്ത കപിവരന്മാരെ തടഞ്ഞ് കാറ്റിനു പോലും ലങ്കയിലേക്ക് കടക്കാൻ കഴിയാതെയായി. ദേവന്മാർക്ക് പോലും ദുർജയമായ ആ പടയെ രഘുവരൻ യുദ്ധസന്നദ്ധമാക്കി നിർത്തി. അതിനുശേഷം വീണ്ടും പ്രമുഖന്മാരുമായി ചർച്ച ചെയ്തു.
ക്ഷത്രിയ ധർമ്മമനുസരിച്ച് ശത്രുവിൻ്റെ അടുത്ത് യുദ്ധത്തിന് മുമ്പ് ദൂതനെ അയക്കേണ്ടതുണ്ട്. ദൂതുമായി അംഗദകുമാരനെ അയക്കാൻ ശ്രീരാമൻ നിശ്ചയിച്ചു. എന്നിട്ട് ഇക്കാര്യങ്ങൾ രാക്ഷസേശ്വരനോട് പറയണമെന്നും കൽപ്പിച്ചു. മരിക്കാനായി മാത്രം യുദ്ധസന്നദ്ധനായ ബുദ്ധികെട്ടവനെ, നീ അഹങ്കാരത്തോടെ സർവ്വജീവികളെയും ഉപദ്രവിച്ചു. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരങ്ങളാണ് നിനക്ക് അഹന്തയുണ്ടാക്കിയത്. എൻ്റെ ഭാര്യയെ അപഹരിച്ച നിന്നെ ഞാൻ കഠിനമായി ശിക്ഷിക്കും. അതിനാണ് ഞാനിപ്പോൾ ലങ്കയിലെത്തിയിരിക്കുന്നത്. സീതയെ അപഹരിക്കുവാൻ കാണിച്ച നിന്റെ മിടുക്ക് എന്നോട് കാണിച്ചു നോക്കൂ. സീതയെ എനിക്ക് മടക്കി തന്നില്ലെങ്കിൽ എൻ്റെ അമ്പുകൾ രാക്ഷസകുലത്തെ മുഴുവൻ മുടിക്കും. വിഭീഷണനായിരിക്കും ഇനിമേൽ ലങ്കാരാജ്യത്തിന് അവകാശി. അധർമ്മത്തിൽ മാത്രം വിശ്വസിക്കുന്ന നിനക്കിനി രാജ്യസുഖങ്ങൾ അനുഭവിക്കാൻ അവകാശമില്ല. രാക്ഷസേശ്വര, ധൈര്യത്തോടെ പോരിനിറങ്ങിയാൽ എൻ്റെ അമ്പുകൾക്കിരയായി നിനക്ക് മരിക്കാം. അങ്ങനെയെങ്കിൽ നീ പരിശുദ്ധനും പുണ്യവാനുമായി തീരും. അവസാനമായി നിനക്ക് ചെയ്യണമെന്നാഗ്രഹമുള്ള പ്രവൃത്തികൾ ചെയ്യുക. ഇതുവരെ പരിരക്ഷിച്ചു പോന്നിരുന്ന ലങ്കയെ അവസാന നോക്ക് കാണുകയും ചെയ്യുക. രാമവാക്യങ്ങളുമായി അംഗദൻ ആകാശത്തിലേക്ക് ഉയർന്നു. വാനരവേഷം പൂണ്ട അഗ്നിദേവനെ പോലെ ആ കപിവരൻ ദശാനനൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. മന്ത്രിമാരുമൊത്ത് നിന്ന രാവണനോട് രാമൻ പറഞ്ഞുവിട്ട സന്ദേശം അതേപടി ഉണർത്തിച്ചു. ശേഷം ഇത്രയും കൂടി പറഞ്ഞു: രാവണ, രാമചന്ദ്രസ്വാമിക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ദൂതനായി ഇവിടെ എത്തിയിരിക്കുന്ന ഞാൻ ബാലിയുടെ പുത്രനാണ്. എൻ്റെ അച്ഛനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ. സീതയെ കൊണ്ടുതന്ന് ക്ഷമായാചനം ചെയ്താൽ അങ്ങേക്ക് രക്ഷ നൽകാം എന്നാണ് സ്വാമി പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഈ വാക്കുകൾ തൻ്റെ മന്ത്രിമാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതിൽ രാവണൻ കോപിഷ്ഠനായി. ദുഷ്ടനായ ഈ ദൂതനെ പിടികൂടൂ എന്ന് ദശാനനൻ അലറി വിളിച്ചു. ചക്രവർത്തിയുടെ കൽപ്പന കേട്ട ഉടനെ അതിശക്തരായ 4 രാക്ഷസന്മാർ അംഗദനെ പിടികൂടി. തൻ്റെ കരുത്ത് പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം അംഗദൻ ശരിക്കും മുതലെടുത്തു. പക്ഷിത്തൂവലുകൾ എന്ന പോലെ അവരെയും വഹിച്ചുകൊണ്ട് ആ വീരകപീശ്വരൻ മണിമേടയുടെ മുകളിലേക്ക് കുതിച്ചുയർന്നു. ഇത് കണ്ട് ഭയന്ന രാക്ഷസന്മാർ മുകളിലേക്ക് ഉയർന്നതും അംഗദൻ്റെ കൈകളിലുള്ള തങ്ങളുടെ പിടിവിടുകയും ചെയ്തു. അവരാകട്ടെ ഭൂമിയിൽ വീണ് തല പൊട്ടി കാലപുരി പോയി. അംഗദൻ്റെ കാൽ ചവിട്ടേറ്റ് രാവണനിരുന്നിരുന്ന മണിമാളിക തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. ആർത്തലറുന്ന അനേകായിരം കപിവരന്മാർ ആവൃതനായ ശ്രീരാമദേവൻ യുദ്ധത്തിനൊരുങ്ങി. ആർത്തലറുന്ന അനേകായിരം കപിവരന്മാരാൽ ആവൃതനായ ശ്രീരാമദേവൻ യുദ്ധത്തിനൊരുങ്ങി. സുഷേണനെ വിളിച്ച് 4 ഗോപുരവാതിലിലും വേണ്ട സഹായങ്ങൾ എത്തിക്കാനും സംഗതികൾ നേരിൽ കണ്ട് തീരുമാനിക്കാനും സുഗ്രീവൻ ആജ്ഞാപിച്ചു. അത്യധികം ഭീതി ജനിപ്പിക്കത്തക്ക വിധമുള്ള വാനരന്മാരുടെ ഗർജനം കേട്ട് അസുരന്മാർ ഭയന്ന് നെട്ടോട്ടമോടാൻ തുടങ്ങി. അടുത്ത ഭാഗം യുദ്ധാരംഭം. ലങ്കാ നഗരം വാനരസേന വളഞ്ഞു കഴിഞ്ഞതും രാക്ഷസന്മാർ രാവണൻ്റെ അടുത്തേക്ക് ഓടിയെത്തി വിവരം ദശാനനനെ ധരിപ്പിച്ചു. ശത്രുക്കൾ നഗരിയെ വളഞ്ഞത് ലങ്കേശ്വരനെ കൂടുതൽ കോപിഷ്ഠനാക്കി. ഉന്നതമായ മേടയിൽ കയറി നിന്ന് ചുറ്റും വീക്ഷിച്ചു. ലങ്കാരാജ്യം മുഴുവൻ മർക്കടന്മാരാൽ നിറഞ്ഞിരിക്കുന്നു. ഇത്ര വരുന്ന കപികുലത്തെ എങ്ങനെ നിഗ്രഹിക്കാൻ കഴിയും എന്ന ചിന്ത രാവണനെ അലട്ടിത്തുടങ്ങി. ഇതേസമയം വൻ പടയുമായി ശ്രീരാമൻ മുന്നോട്ടടുക്കുകയായിരുന്നു. വിചിത്ര ധ്വജപതാകകൾ നിറഞ്ഞിരിക്കുന്ന ലങ്കാപുരിയെ കണ്ടപ്പോൾ സീതയെക്കുറിച്ചുള്ള ചിന്ത രാമചന്ദ്രനെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഇവിടെയാണ് എൻ്റെ പ്രിയതമ്മ സീത കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വെറും നിലത്ത് വാടി തളർന്നു കിടക്കുന്നത്. ദുഃഖിതയായി മണ്ണിൽ കിടക്കുന്ന സീതയെ ഓർത്ത രഘുവരൻ ശത്രുക്കളെ ആക്രമിക്കാൻ കൽപ്പന കൊടുത്തു. അത് കേൾക്കാത്ത താമസം വാനരപ്പട പെരുമ്പറ കൊട്ടി ആർപ്പു വിളിച്ചു.
അവർ വ്യൂഹങ്ങളായി തിരിഞ്ഞ് ലങ്കയിലേക്ക് കയറി. മതിലുകളും പടിവാതിലുകളും തകർത്തു, കിടങ്ങുകൾ നികത്തി. കോടിക്കണക്കിന് കപിവരർ പുറം മതിൽ കടന്ന് അകത്തു കയറി. സ്വർണ്ണക്കമാനങ്ങൾ അടിച്ചുടച്ചു. ഓടിയും ചാടിയും അവർ എല്ലായിടത്തും എത്തി. അവർ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സുഗ്രീവനും ജയാരവം മുഴക്കി. 10 ദിക്കിലും അത് മാറ്റൊലിക്കൊണ്ടു. കുമുദൻ 10 കോടി പടയുമായി കിഴക്കേ വാതിൽക്കലെത്തി. പ്രകസ്സനും പനസനും കുമുദനെ സഹായിക്കാനെത്തി. ശതബലി 20 കോടി പടയുമായി തെക്കേ ഗോപുരത്തിൽ അടുത്തുനിന്നു. പടിഞ്ഞാറേ ഗോപുരവാതിലിൽ സുഷേണൻ 60 കോടി പടയുമായി ആക്രമം അഴിച്ചുവിട്ടു. ശ്രീരാമ ലക്ഷ്മണന്മാർ നിൽക്കുന്ന വടക്കേ ഗോപുരവാതിലിൽ സുഗ്രീവൻ സഹായത്തിനായി എത്തി. ഗവാക്ഷൻ രാമചന്ദ്രൻ്റെ സേനയുടെ ഒരു ഭാഗം കാത്തു. ധൂമ്രൻ 1 കോടി വൃക്ഷങ്ങളുമായി ശ്രീരാമൻ്റെ മറ്റേ വശം സംരക്ഷിച്ചു. ഗദാധാരിയായ വിഭീഷണൻ ശ്രീരാമനോടൊപ്പമുണ്ട്. ഗജനും ഗവാക്ഷനും ശരദനും ഗന്ധമാദനനും എല്ലായിടത്തും എത്തി. ഈ സമയം രാവണൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. തൻ്റെ പടയ്ക്ക് വേണ്ട കൽപ്പന കൊടുത്ത് രാക്ഷസർ ഘോര ശബ്ദം മുഴക്കി യുദ്ധസന്നദ്ധരായി. ബലിഷ്ഠരായ ആ പടയാളികളുടെ സിംഹനാദത്താൽ ആകാശവും ഭൂമിയും നടുങ്ങി. വാനരന്മാരും രാക്ഷസന്മാരും ഏറ്റുമുട്ടി. ദേവാസുര യുദ്ധം പോലെ അതിഘോരങ്ങളായ ആയുധങ്ങൾ ഇരുവരും ഉപയോഗിച്ചു. ഇരുകൂട്ടരും ജയ് വിളികൾ ഇടയ്ക്കിടെ നടത്തി. ശൂലങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിൽക്കുന്ന വാനരസേനയെ പലപ്പോഴും രാക്ഷസർ ഭേദിച്ചു. കപികൾ മതിലിലേക്ക് ചാടിക്കയറി രാക്ഷസന്മാരെ വീഴ്ത്തി. മാംസവും രക്തവും കൊണ്ട് ഭൂമിയാകെ നിറഞ്ഞു. അടുത്ത ഭാഗം ദ്വന്ദ്വയുദ്ധം. കപികളുടെ ഈ ആക്രമണം രാക്ഷസന്മാരെ അത്യധികം കോപാകുലരാക്കി. രാക്ഷസ പ്രമുഖർ തന്നെ പോരിന് പുറപ്പെട്ടു. സൂര്യതുല്യരായ രഥങ്ങളിലേറി അവർ പടനിലത്തെത്തി. ജയം മാത്രം മോഹിച്ച് ലങ്കയിലെത്തിയ കപികൾ അവരുടെ നേരെ ഓടിയെടുത്തു. കാമരൂപികളായ രാക്ഷസന്മാരും ബലിഷ്ഠന്മാരായ കപികളും തമ്മിൽ പിന്നീട് അവിടെ ദ്വന്ദ്വയുദ്ധങ്ങൾ നടന്നു. അംഗദനുമായി ഇന്ദ്രജിത്ത് ഏറ്റുമുട്ടി. പ്രകസ്സനോട് സമ്പാദിയും ജംബുമാലിയോട് ഹനുമാനും തപനനോട് ഗജനും മിത്രജ്ഞനോട് വിഭീഷണനും നികുംബനോട് നീലനും ഏറ്റുമുട്ടി. ലക്ഷ്മണൻ വിരൂപാക്ഷനെയും നേരിട്ടു. രാക്ഷസപ്രമുഖരായ അഗ്നികേതു, രശ്മികേതു, സുപ്തഘ്നൻ, അഗ്നിപ്രഭൻ എന്നിവരെ ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്ക് നേരിട്ടു. ഇതുപോലെ തന്നെ പർവ്വതതുല്യരായ വാനരന്മാർ അസുരപ്രമാണികളോട് ഏറ്റുമുട്ടി. എവിടെയും രക്തപ്പുഴകൾ പല വഴിയും ഒഴുകി തുടങ്ങി. അതിൽ കബന്ധങ്ങൾ ചങ്ങാടങ്ങൾ പോലെ ഒഴുകി നടന്നു. ഇന്ദ്രജിത്ത് ഭീമാകാരമായ തൻ്റെ ഗദ കൊണ്ട് അംഗദകുമാരനെ ആഞ്ഞടിച്ചു. അതിശക്തനായ ബാലിപുത്രൻ ഇന്ദ്രജിത്തിൻ്റെ രഥവും കുതിരകളെയും അടിച്ചു. രഥത്തിലേറി ഹനുമാനെ എതിരിട്ട ജംബുമാലി ശരവർഷം തന്നെ നടത്തി. എന്നിട്ടും പാഞ്ഞടുക്കുന്ന ഹനുമാനെ വക്ഷസ്സിലേക്ക് ശൂലം എയ്തുവിട്ടു. ഹനുമാന്റെ മാറിടം മുറിഞ്ഞ് ചോര പൊടിഞ്ഞു. കോപിഷ്ഠനായ ആ കപിവരൻ ജംബുമാലിയെയും സൂതനെയും അശ്വങ്ങളെയും കാലപുരിയിലെത്തിച്ചു. നളനാകട്ടെ പ്രതാപനവൻ്റെ രണ്ടും ചൂഴ്ന്നെടുത്തു. അമ്പെയ്ത്തിലുള്ള പ്രകസന്റെ കൈവേഗം സുഗ്രീവന്റെ ദേഹത്തെ ആകമാനം മുറിവുകൾ ഉണ്ടാക്കി. വാനര സൈന്യത്തെ വിഴുങ്ങാൻ കെൽപ്പുള്ള പ്രകസ്സനെ സുഗ്രീവൻ ഒരു മരം പിഴുതെടുത്ത് അടിച്ചു കൊന്നു. വിരൂപാക്ഷനെ കൊല്ലുവാൻ ലക്ഷ്മണന് ഒരു അമ്പിൻ്റെ ചെലവേ വന്നുള്ളൂ. 4 രാക്ഷസന്മാർ ഒളിവില്ലാതെ എയ്തുകൊണ്ടിരുന്ന അമ്പുകൾ രാമചന്ദ്രൻ്റെ ദേഹത്ത് അനേകം മുറിവുകളുണ്ടാക്കി. ത്രിലോകപ്രസിദ്ധമായ രാമൻ്റെ കോദണ്ഡത്തിൽ നിന്ന് അഗ്നിജ്വാല പോലുള്ള 4 അമ്പുകൾ ആ രാക്ഷസന്മാരുടെ കഥ കഴിച്ചു. നീലൻ നികുംബൻ്റെ തേർ തകർത്തു. ചക്രം ഊരിയെടുത്ത് സുതനെയും അശ്വങ്ങളെയും കൊന്നു. ചക്രവുമായി നികുംബനെ നേരിടുന്നതിനു മുൻപ് തന്നെ അയാൾ രാവണൻ്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അഗ്നിപ്രഭനെ ദിവിതൻ വധിച്ചു.
സുഷേണൻ പർവ്വതശൃംഗം എറിഞ്ഞ് വിദ്യുന് മാലിയുടെ തേര് തകർത്തു. കോപിഷ്ഠനായ വിദ്യുന് മാലി സുഷേണൻ്റെ മാറത്ത് ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. അത് നിസ്സാരമാക്കിയ സുഷേണൻ വലിയൊരു പാറ പൊക്കിയെടുത്ത് വിദ്യുന് മാലിയുടെ പുറത്തേക്കടിച്ചു. ആ രാക്ഷസന്റെ ശല്യം അതോടെ കഴിഞ്ഞു. അതിശക്തരായ രാക്ഷസ പ്രമുഖർ പലരും ആ യുദ്ധത്തിൽ മരിച്ചു. ഭൂമിയിൽ എവിടെയും അവരുടെ ആയുധങ്ങളും തകർന്ന രഥങ്ങളും കൊണ്ട് നിറഞ്ഞു. കൈകാലുകൾ വേർപെട്ട് കിടക്കുന്ന മദയാനകളും കുതിരകളും രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും ശവശരീരങ്ങൾ അതിഭീകരമായി തോന്നിച്ച രണാങ്കണത്തിൽ കുറുക്കന്മാർ നിറഞ്ഞു. രാക്ഷസന്മാർ സൂര്യാസ്തമയം പ്രതീക്ഷിച്ച് കാത്തിരുന്നു. രാത്രിയിൽ യുദ്ധം ചെയ്താൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നവർക്കറിയാം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം രാത്രി യുദ്ധം എന്ന ഭാഗം അടുത്ത ദിവസം വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.